നീ വരുമെന്ന് എനിക്ക് അറിയായിരുന്നു. ആ സത്യം, ഈ ആൾമാറാട്ടം നടത്തുന്നവരെ സമ്മതിക്കണം. ചോദിച്ചിട്ട് പോയിടാ പണ്ടാറം. എനിക്ക് എന്തായാലും രണ്ടിനും സിഖുകാരുടെ ലുക്കുണ്ട്. ഞങ്ങൾ പഞ്ചാബികൾക്ക് സിംഗ് കൂട്ടി വിളിക്കുന്നത് അഭിമാനം. ഞാൻ ഈ തൊഴിലൊടങ്ങിയിട്ട് 40 വർഷമായി. കുട്ടിക്കാലം മുതൽ എനിക്കൊരാഗ്രഹം. ആഗ്രഹം എന്ന് വെച്ചാ വലിയ ആഗ്രഹം. അതെനിക്ക് വേണം. മുടിഞ്ഞു പണ്ടാറടങ്ങി കുത്തുവാള എടുത്തു പോട്ടെ നായിന്റെ മോൻ. നശിച്ച് നാറാണക്കല്ലെടുക്കും. നീ ഒരാളായിട്ട് ചുമ്മാ പ്രാവണ. പിന്നെ അല്ലാതെ പുള്ളിക്ക് ഇത്രയും താടിയില്ലായിരുന്നല്ലോ. അവിടെ നിന്ന് ഇറങ്ങിയപ്പം ക്ലീൻ ഷേവായിരുന്നു. നടന്നു തുടങ്ങിയപ്പോൾ വളർന്നേരിക്കും. ഓ, ഇങ്ങനെയാണെങ്കിൽ നരയ്ക്കും. പിള്ളേരെ നാലിനെ നീ ഞവളിയല്ലടാ. പിള്ളേര് അവർക്കെന്റെ ചാവ് കാണും. പുലകുളി അടിയന്തരത്തിന് ചോറും തിന്നണം. തന്തില്ലാ പടപ്പുകളുടെ അഹങ്കാരം. ചങ്കിനും പള്ളക്ക് ഉണ്ട കയറ്റി തന്നെ കൊണ്ട്. നിന്റെ ആത്മവിശ്വാസം കൊള്ളാം, പക്ഷെ ആയുസില്ലല്ലോ അനന്ത. അതങ്ങ് എടുക്കാൻ പോവാ ഞാൻ. ഉയർത്തെഴുന്നേൽക്കുന്നത് നിനക്കും പുതുമയല്ല, എനിക്കും പുതുമയല്ല. വിട്ടുപോകാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ല. We are immortals, right? ഇത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച മനുഷ്യന്റെ വായിൽ കൂടെ കേൾപ്പിച്ചപ്പോ നിനക്ക് തൃപ്തിയായില്ലടാ? തൃപ്തിയായി സാറേ. അത് ഈ ഇട്ടിയച്ഛൻ്റെ ഒരു വാശിയാ. നിന്റെ കളി തീർന്നു. The game is over. എന്റെ പന്നി ആദ്യമായിട്ടാണ് കറക്റ്റ് സമയത്ത് ഒരു ജോലി ചെയ്യണത്. കുമാറേ, ആ തളർവാദം പിടിച്ചവനങ്ങ് തീർക്കടാ. ഞങ്ങള് പഴയ ഫ്രണ്ട്സാ. ഉറക്കം വന്നോണ്ട് തോളിലിട്ടതാ.
രണ്ടു ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. തൂക്കിയെടുത്ത് വണ്ടിയിലോട്ട് ഇടോ. ധൈര്യമുണ്ടെങ്കിൽ നീ കടലോട്ട് വാടാ. വരുന്നടോ. അല്ലെങ്കിൽ നാളെ ആവട്ടെ. സംഭവം എനിക്ക് പള്ളിയതാ. ആ സാധനത്തിന്റെ കൂടെ കളിക്കണമെന്ന് ഞാനും ഓർത്തില്ല. മാഷയുടെ ആഗ്രഹമൊന്നും നടത്തി തരാൻ ഞങ്ങൾക്ക് പറ്റൂല. നിങ്ങ പെട്ട പാടൊക്കെ മോളിലിരിക്കുന്നവൻ കാണുന്നുണ്ട്. എനിക്ക് നീ ഉണ്ടല്ലോ. നീ ഉണ്ടായിട്ടുള്ളൂട്ടാ, നീ മാത്രം ഉണ്ടായുള്ളൂട്ടാ. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണോ ഞാൻ? ചരിത്രത്തിൽ സുവർണ ലിപികളാൽ എഴുതപ്പെടണം ഈ വിജയ ചരിതം. നമ്മുടെ ക്ഷേത്ര ഭിത്തികളിൽ രേഖപ്പെടുത്തേണ്ടതാണ്. 100,000 വർഷങ്ങൾ കഴിഞ്ഞാലും അവന്റെ വീര ഇതിഹാസം ഈ മണ്ണു പാടണം. 28 വർഷത്തെ എന്റെ കാത്തിരിപ്പാണ്. കഴിവും പരിശ്രമവുമാണ് ഒരാളെ ആരെങ്കിലും ഒക്കെ ആക്കി തീർക്കുന്നത്. അയാൾക്ക് കഴിവുണ്ടായിരുന്നു, നന്നായി പരിശ്രമിക്കുകയും ചെയ്തു. ഞാൻ തോറ്റുപോയാലോ അപ്പ? എന്റെ ചുറ്റുമുള്ളവരെ എനിക്ക് രക്ഷിക്കാൻ പറ്റിയില്ലെങ്കിലോ? നിന്റെ കണ്ണുകളിൽ നിന്റെ നിയോഗം ഞാൻ കണ്ടിട്ടുണ്ട്. നിന്റെ യുദ്ധങ്ങളിൽ നീ നേരിടാൻ പോകുന്നത് നിന്നേക്കാൾ ശക്തിയായിരിക്കും. പക്ഷെ അവർക്ക് മുമ്പിൽ നീ തോൽക്കില്ല. അവരെ ജയിക്കാനുള്ള കരുത്ത് നിന്റെ ഉള്ളിൽ നിന്ന് വരും. കാരണം നിന്റെ ജയം ആഗ്രഹിക്കുന്ന കുറെ മനസ്സുകൾ ആ സമയം നിന്റെ ചുറ്റിൽ കൊണ്ടാകും. അവർക്ക് വേണ്ടി നീ ജയിച്ചേ മതിയാവും. നീ ജയിക്കും.